സുഹൃത്തുക്കളെ, എൻ്റെ പേര് നവ്യ എന്നാണ്. ഞാൻ വളരെ സങ്കടകരമായിട്ടുള്ള കാര്യം പറയാനാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ചാനൽ 1000 സബ്ബായി, 1000 സബിന് കൂടുതലായി. ആ സമയത്ത് എനിക്ക് വാച്ച് അവർ കൂടുന്നില്ലായിരുന്നു. എന്താ കാര്യം എന്നൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ ഞാൻ യൂട്യൂബ് കോർണർ മലയാളം എന്ന് പറഞ്ഞ അദ്ദേഹവുമായിട്ട് കോണ്ടാക്ട് ചെയ്തു. വിളിച്ചാലൊന്നും അയാൾ എടുക്കില്ല, മെസ്സേജ് അയച്ചാൽ എപ്പോഴെങ്കിലും ഒന്ന് റീപ്ലൈ തരും. അങ്ങനെ ഞാൻ അയാളെ വാച്ച് അവർ കയറ്റിച്ചു. എന്നിട്ട് വാച്ച് അവർ മുതൽ എല്ലാം കയറ്റി ഡോളർ കിട്ടുന്നവരെ എല്ലാം ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടാണ് 10,000 രൂപ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയത്. 10,000 രൂപ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയത്. പക്ഷെ ഇത്ര 7 മാസമായിട്ട് ഓരോന്നേ ആ പൈസ ഒരു 10 രൂപയെങ്കിലും കിട്ടിയാൽ മതി. ആ ഒരു 10 രൂപ പോലും എനിക്ക് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. 7 മാസമായിട്ട് $7 തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ ഞാൻ എന്താ ചെയ്യുക? അങ്ങനെ ഞാൻ വേറൊരു യൂട്യൂബറുമായിട്ട് കോണ്ടാക്ട് ചെയ്തു, J4Tech എന്ന് പറഞ്ഞു. അയാൾ എന്നോട് പറഞ്ഞു വാച്ച് ടൈം കയറ്റിയത് കൊണ്ടാണ് എൻ്റെ ചാനൽ ഫ്രീസായി പോയതെന്നൊക്കെ പറഞ്ഞു. അയാൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അയാൾ പറഞ്ഞത് കേട്ട് ഞാൻ ഈ യൂട്യൂബ് കോർണറുമായിട്ട് വളരെ തർക്കിച്ചു. ഞാൻ മോശമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല, ഞാൻ എൻ്റെ സങ്കടം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം അയാൾ അയാളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഈ ചാനൽ ഇതാവുന്നത് നിങ്ങൾ നല്ല കണ്ടന്റ് ഇടണം, അതുമല്ല നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ മാത്രമേ കാണുള്ളൂ. അത് പ്രത്യേകിച്ച് പറഞ്ഞു, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ മാത്രമേ കാണത്തുള്ളൂ എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോസ് ക്ലിപ്പുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഒന്നും ക്ലിയർ ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് J4Tech ഇത്ര 4,000 രൂപ മേടിച്ചിട്ട് എന്നെ പറ്റിച്ചു. അപ്പൊ ഞാൻ പറ്റിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കത് മേടിച്ച് തന്നത് AVS യൂട്യൂബറാണ്. എനിക്ക് അയാളോട് വളരെയധികം നന്ദിയുണ്ട് പറയാൻ. എനിക്ക് 4,000 രൂപ കൊടുത്തു, എനിക്ക് 3,000 രൂപ തിരിച്ചു തന്നു ഭാഗ്യത്തിന്. അയാളോട് വിളിച്ച് പറഞ്ഞ് എല്ലാം ഇതാക്കി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കിട്ടി, പൈസ കിട്ടി. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതുകൊണ്ട് എനിക്ക് അയാളോട് ഭയങ്കര ബഹുമാനവും ഇതൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ഇയാൾ ഇങ്ങനെ പറഞ്ഞത് കേട്ട് ഞാൻ ചിലപ്പോൾ യൂട്യൂബ് കൊണ്ട് ഡീസൻ്റ് ആയിരിക്കും, അയാൾക്കെതിരെ ഞാനിങ്ങനെ പറയാൻ പാടില്ലെന്ന് പറഞ്ഞ് ഞാൻ എന്നോട് കുറേ സോറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അയാൾ മെസ്സേജ് നോക്കുന്നതേ ഇല്ലായിരുന്നു. ഞാൻ ഒരുപാട് കാല് പിടിച്ച് കെഞ്ചി പറഞ്ഞു. എന്നിട്ടും അയാൾ അനങ്ങുന്നില്ല, ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. എന്നിട്ട് ഏതൊരു പെണ്ണുങ്ങളുടെ നമ്പർ തന്നിരുന്നു എനിക്ക് മുൻപേ. എന്നിട്ട് ആ പെണ്ണുങ്ങളെ ഞാൻ വിളിച്ചു ചോദിച്ചു. ഈ പെണ്ണുങ്ങൾ വേഗം അയാളോട് ചെന്ന് പറഞ്ഞു, കാരണം അയാൾ പറഞ്ഞയച്ചതല്ലേ, അവർക്ക് ഡോളർ കയറുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ആ നമ്പർ തന്നത് തന്നെ. എന്നിട്ട് അവർക്ക് ഡോളർ കയറി വരുന്നതേ ഉള്ളൂ, എത്രയായെന്നൊക്കെ പറഞ്ഞു. എനിക്കറിയില്ല എത്ര, 3-4-5 മാസമായിട്ട് വേഗം കയറുന്നുണ്ട്, ഭയങ്കര ഗ്രോത്താണ്, ഭയങ്കര ഗ്രോ ആണെന്നൊക്കെ എന്നോട് പറഞ്ഞു. അങ്ങനെ ഗ്രോ ഉള്ള ആൾക്കാർ എന്തിനാണ് ഈ പൈസ കൊടുത്തിട്ട് വാച്ച് അവർ കയറ്റിയത്? അങ്ങനെ ഗ്രോയുള്ള ആൾ എന്നെ വാച്ച് അവർ കയറ്റിയത്? ആ പെണ്ണുങ്ങളെ ഞാൻ കാണുന്നുണ്ടെങ്കിൽ എന്നെ മോന്നക്കിട വേഗം കൊടുത്തേ. നുണ പറയുന്നതിനൊരു പരിധിയില്ലേ? പിന്നെ ഞാൻ രണ്ടാമത് വിളിച്ചു, യൂട്യൂബ് കോർണർ എന്നോട് മിണ്ടുന്നില്ല, ഡോളർ കയറ്റി തരും എന്നൊക്കെയാണ് പറഞ്ഞത്. എനിക്ക് മാത്രം അയാൾ ഡോളർ കയറ്റി തരത്തില്ല. കാരണം എന്താ, ഞാൻ അയാളെ പറ്റി വളരെ മോശമായിട്ട് പറഞ്ഞു, വേറെ ആൾ പറയുന്നത് കേട്ട് മോശമായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്നോട് എനിക്ക് അയാൾ കയറ്റി തരത്തില്ലേ? എത്ര ഞാൻ ഞാൻ വിചാരിച്ചാൽ അധികം പൈസ ഒന്നും ആവത്തില്ല. ഇപ്പൊ 10 രൂപ കൊടുത്തില്ല, അപ്പൊ അതും കൂടെ ഒന്ന് ചെയ്തു തരും എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇതിപ്പോ ഒരു കാര്യം ചോദിച്ചാൽ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ആൻസർ അയാൾ പറയത്തില്ല, അയാൾ പറയില്ല. ഞാൻ വാച്ച് അവർ കയറ്റി കഴിഞ്ഞാൽ $10 ആകുമ്പോൾ നമുക്ക് പൈസ കിട്ടുമെന്ന് പറഞ്ഞു. $10 നോക്കി ഞാനിരുന്നു. എത്ര മാസത്തിനുള്ളിൽ, 2 മാസത്തിനുള്ളിലാകും. ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്നും പറഞ്ഞു തരില്ല. എല്ലാം പറഞ്ഞു തരുന്നത് അയാളുടെ വീഡിയോയിലൂടെ. ആ വീഡിയോയിൽ നമ്മൾ കയറി ചെന്ന് കാണണം. കാരണം എന്താ, അയാൾക്ക് ഇത് കിട്ടും. ഇപ്പൊ എന്നെ സഹായിക്കാൻ AVS എന്ന് പറഞ്ഞ യൂട്യൂബർ മാത്രമേ ഉള്ളൂ. അയാളാണ് ഇപ്പൊ എന്നെ സഹായിക്കുന്നത്. അയാൾ സത്യം പറഞ്ഞാലോ ഒരു പൈസ പോലും വാങ്ങാതെയാണ് എനിക്ക് തമിഴിൽ ഇതൊക്കെ ഉണ്ടാക്കി തന്നത്. ഇപ്പൊ ഞാൻ തന്നെയാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് 2-3 തമിഴിൽ ഉണ്ടാക്കി തന്നു.
എനിക്ക് ഉണ്ടാക്കി തന്നു. എനിക്ക് അയാളോട് നല്ല മതിപ്പാണ്. കാരണം എൻ്റെ കയ്യിൽ നിന്ന് ഒരു പൈസ പോലും അയാൾ മേടിച്ചിട്ടില്ല ഇതുവരെയായിട്ടും. അയാൾക്ക് മേടിക്കായിരുന്നല്ലോ, 5000-6000 രൂപയൊക്കെ മേടിക്കായിരുന്നല്ലോ, എന്നിട്ട് അയാൾ മേടിച്ചില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഏതൊരു മുസ്ലിം പെണ്ണുങ്ങളുടെ ഒരു വീഡിയോ ഇട്ടു, അർജുന്റെ വീഡിയോ ഇട്ടിരുന്നു. അതാണെങ്കിൽ 3 ലക്ഷം എത്രയോ ലക്ഷമായിട്ട് അവരുടെ ചാനൽ റീച്ചായി. അപ്പൊ ഞാൻ ഇയാളോട് വെറുതെ ഒന്ന് ചോദിച്ചു, റീച്ച് ആവാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തു തരാമെന്ന് ചോദിച്ചപ്പോൾ അതാണ്ട് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുന്ന പറഞ്ഞ്. അങ്ങനെ ഞാൻ ആ വീഡിയോ കണ്ടു നോക്കി. അർജുൻ്റെ ഇത് ഞാൻ ചോദിച്ചു, അതിനിപ്പോൾ എന്താന്ന് ചോദിച്ചു. എനിക്ക് അതിനകത്ത് കണ്ടിട്ട് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. എന്നിട്ട് ഇയാൾ പറഞ്ഞു ട്രെൻഡിങ് വീഡിയോ ഇടും എന്ന് വെച്ചാൽ അർജുൻ്റെ വീഡിയോ ഇടും, ട്രെൻഡിങ് ആയിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളുള്ള വീഡിയോ ഇടും. അപ്പൊ പെട്ടെന്ന് തന്നെ റീച്ച് ആവും. എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് അയാള്. ഞാൻ വേണമെങ്കിൽ സാധ്യത ഞാൻ കാണിച്ചു തരാം. അങ്ങനെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അയാൾ അത് പറഞ്ഞതുപോലെ ട്രെൻഡിങ് വീഡിയോ ഇടുന്ന് പറഞ്ഞിട്ട് ഞാൻ അതേപോലെ ഇട്ടു. അതേപോലെ ഞാൻ അയാൾക്ക് ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് ഞാൻ വീഡിയോ ചെയ്തു അർജുനെ പറ്റി എനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം എടുത്ത് ചെയ്തിട്ട് ഞാൻ വീഡിയോ ഇട്ടു. വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് അയാൾ അതിനകത്ത് പറയാ മറ്റേ വീഡിയോ ഞാൻ അയാൾക്ക് അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അയച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് അയാൾ പറഞ്ഞു, ഇതിനകത്ത് നിങ്ങളുടെ വീഡിയോ ഒന്ന് കണ്ടു, അതിനകത്ത് BGM കാര്യങ്ങളും ഇതെല്ലാം കേട്ടിയത്. ഞാൻ എങ്ങനെ അതിനകത്ത് അത് കയറ്റാൻ നിൽക്കുന്ന എന്തിനാ? എനിക്കൊരു ചെറിയൊരു കൊച്ചുണ്ട്, ആ കൊച്ചു കിടന്ന് കളിക്കുന്ന ശബ്ദമാണ് അതിനകത്ത് കേൾക്കുന്നത്. അല്ലാണ്ട് ഞാനൊരു BGM ഒരു സോങ് ഒന്നും കയറ്റിയിട്ടില്ല. പിന്നെ ABSനോട് എന്താ പറഞ്ഞതെന്നറിയാമോ? അതായത് BGM ആ പെണ്ണുങ്ങൾ കയറ്റിയിട്ടുണ്ട്, ഒരു സാഡ് മ്യൂസിക് എന്തെങ്കിലും അല്ലേ കയറ്റേണ്ടതെന്ന് ABSനോട് പറഞ്ഞിട്ടുണ്ട് ഈ യൂട്യൂബ് കോണർ. വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ഇയാൾ എന്നെ ചിത്രീകരിച്ചത്. ആ സ്ത്രീ അയാളുടെ മകളായുള്ള പ്രായമല്ലേ എനിക്കുള്ളൂ. ആ സ്ത്രീ എത്ര മോശമായിട്ട് അയാൾ എന്നോട് പെരുമാറുന്നു. അയാൾ എനിക്ക് മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും ഇതായിട്ട് അയാളോട് എന്തെങ്കിലും ഒരു സംശയം ചോദിക്കുമ്പോൾ പറയാത്ത ഇയാൾക്കെതിരെയല്ല ABS ഞാനിങ്ങനെ വാച്ച് അവർ അങ്ങനെയൊക്കെ കയറ്റി കഴിഞ്ഞിട്ട് ഞാൻ ഇയാൾ യൂട്യൂബ് കോണർ ഇങ്ങനെ കയറ്റി തന്നു, പക്ഷെ ഇതുവരെയായിട്ട് $ഒന്നും ആയിട്ടില്ലെന്ന് ABSനോട് പറഞ്ഞു. അപ്പൊ ABS പറഞ്ഞു എനിക്ക് അങ്ങനത്തെ ഒരു വോയിസ് ഇട്ട് തരാൻ പറഞ്ഞു. അങ്ങനത്തെ വോയിസ് ഞാൻ അന്ന് തന്നെ ഇട്ട് കൊടുത്തിട്ട് അയാള് ആ വീഡിയോ പബ്ലിഷ് ആക്കി. ഞാൻ പബ്ലിഷ് ആക്കാൻ പറഞ്ഞിട്ട് തന്നെയാണ് ABS പബ്ലിഷ് ആക്കിയത്. ഇയാൾ നേരെ ഇവിടെ വന്നിട്ട് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ആ വീഡിയോ ഒന്നും കണ്ടില്ല, ഞാൻ നോക്കട്ടെ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്നെ പൊന്നു ചേട്ടാ ഞാൻ ഇപ്പോഴും ഇട്ടതല്ല, കുറച്ച് മുമ്പേ ഇട്ടതാന്ന് ഞാനും പറഞ്ഞു. കാര്യമാണ്, അതിനകത്ത് ഒരു നുണയും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇയാൾ ഈ യൂട്യൂബ് കോണർ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് അർജുൻ്റെ കാര്യം. അതിനകത്ത് BGM ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. സത്യത്തില് ആ വീഡിയോ കേൾക്കുന്ന നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവുന്നു? അതിനകത്ത് എങ്ങനെ ഞാൻ BGM കയറ്റുക? ഒരു സങ്കടം പറയുന്ന കാര്യങ്ങൾ അത് വ്യൂസ് ഉണ്ടാകാൻ വേണ്ടി തന്നെ ചെയ്തതാണെന്നല്ലേ എല്ലാവരും പറയുന്നത്. അത് അങ്ങനെ ചെയ്യാൻ പറഞ്ഞതാരാ? യൂട്യൂബ് കോണറാണ് പറഞ്ഞത്. യൂട്യൂബ് കോണർ ഞാൻ എടുത്ത് പറയാണ്. യൂട്യൂബ് കോണർ വളരെ മോശമായിട്ടാണ് അയാളെ ചിത്രീകരിച്ചിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. എനിക്കിത് സത്യം പറഞ്ഞ പ്രേക്ഷകരെ എനിക്ക് അറിയില്ല. അയാൾ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത് തന്നെ. ഇപ്പൊ അയാൾ ഇപ്പൊ എന്നെ വളരെ കുറ്റപ്പെടുത്തിയ രീതിയിലാണ് പറയുന്നത്. അതും അല്ലാണ്ട് വേറൊരു സ്ത്രീയും കൂടെ ഇയാളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ആ സ്ത്രീയെ പറ്റി ഇയാൾ പറഞ്ഞിട്ടില്ലല്ലോ, ഇതുവരെയായിട്ടും പറഞ്ഞില്ലല്ലോ. പേടിയുണ്ട്. ആ ചേച്ചി ഇവിടെ പാലക്കാടുള്ളതാണ്, ഇയാളും പാലക്കാടുള്ളതല്ലേ. എനിക്ക് ഇത്രേ പറയാനുള്ളത്. നിങ്ങൾ ഇനി നിങ്ങളുടെ കയ്യിലാണ്. വളരെ മോശമായിട്ടാണ് അയാൾ എന്നോട് പെരുമാറിയത്. അയാൾ പറഞ്ഞിട്ടാണ് ഞാൻ അർജുൻ്റെ വീഡിയോ ഇട്ടത് തന്നെ. റീച്ച് ആകുന്ന അയാൾ പറഞ്ഞു. വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ഫോട്ടോ സഹിതം നിങ്ങൾക്ക് അയച്ചു തരാം. ഇത്രയുള്ളൂ. നന്ദി.